നമസ്കാരം. വളരെ രുചികരവും ഏവരും ഇഷ്ടപ്പെടുന്നതുമായ ഒരു മാംഗോ സാലഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. കഴുകി വൃത്തിയാക്കിയ പച്ചമാങ്ങയുടെ തോല് നീക്കം ചെയ്യാം. ഇത് പൂർണ്ണമായും പച്ചമാങ്ങയല്ല, പച്ചമാങ്ങ മാറി അല്പം ഈ വിളവെല്ലാം തുടങ്ങിയ മാങ്ങയാണ്. അതാണ് നമുക്ക് സാലഡിന് നല്ലത്. പച്ചമാങ്ങയാകുമ്പോൾ അല്പം പുളിപ്പെല്ലാം ഉണ്ടാവും. അതിനേക്കാളും ഇതേപോലെ വിളഞ്ഞു തുടങ്ങിയ മാങ്ങ, അല്പം പഴുപ്പ് തുടങ്ങിയ മാങ്ങയായിരിക്കും സാലഡിന് നല്ലത്. അത് ഏതുതരം മാങ്ങയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ തോലെല്ലാം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ തോലെല്ലാം നീക്കം ചെയ്തു. വീണ്ടും ഒന്നുകൂടെ കഴുകി അതിൻ്റെ കറയെല്ലാം പോയി. ഇപ്പോൾ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറു പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ നെടുകയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മാങ്ങ നെടുക കട്ട് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ചെറു പീസുകളായിട്ട് മാറ്റണം. ഇതുപോലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 മാങ്ങയാണ്. 2 മാങ്ങയും അതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ചെറു പീസുകളായി കട്ട് ചെയ്ത മാങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി 2 ചെറിയ ഉള്ളി 2 എണ്ണം നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്, അല്ലാതെ സവാളയല്ല. ചെറിയ ഉള്ളി നമുക്ക് ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിക്ക് ശേഷം നമുക്ക് 2 പച്ചമുളക് നെടുകെ കട്ട് ചെയ്തെടുക്കാം. 2 പച്ചമുളക് മതി. അതിനെ നമുക്കൊന്ന് നെടുകെ കട്ട് ചെയ്തെടുക്കാം. പച്ചമുളകും ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ഇടാം. 1 തണ്ട് കറിവേപ്പിലയും അല്പം മല്ലിയിലയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടി അല്ല എങ്കിൽ സാധാ മുളക് പൊടി ആയാലും മതി. ഇനി കുട്ടികളും മറ്റുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ നമുക്കത് ഈ മുളകിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. അല്ലാതെ ഒരു ടച്ചിങ്സ് പോലെയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മുളകൊക്കെ അല്പം കൂടുന്നതിൽ കുഴപ്പമില്ല. മുളകും ഉപ്പുമെല്ലാം നല്ല രീതിയിൽ ഈ മാങ്ങയിൽ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ സാലഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സൈഡ് ഡിഷായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അല്ല ടച്ചിങ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ മികച്ച ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു മികച്ച രുചിയുമായി നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.